നമസ്കാരം. തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം ഈ ആവേശത്തിൽ എറണാകുളത്ത് ആദ്യമായി വന്നിറങ്ങിയ വി ഡി സതീശന് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ സ്വീകരണത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ആ സ്വീകരണത്തിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അത്രേ. സ്വീകരിക്കാൻ നിയുക്ത MLA-മാരിൽ ഒരാൾ മാത്രമേ എത്തിയുള്ളൂ. എറണാകുളത്ത് നിന്നുള്ള MLA-മാരിൽ മുഹമ്മദ് ഷിയാസ് മാത്രം. ക്ലീൻ സ്വീപ്പിൽ UDF-ന് ഒപ്പം നിന്ന എറണാകുളത്തെ മറ്റൊരു കോൺഗ്രസ് MLA-യും ക്ഷണിക്കപ്പെട്ടിട്ടും വന്നിട്ടില്ലെന്നാണ് കരക്കമ്പി. ഇത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തർക്കവുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻ്റാണത്രേ. KCയുടെ മുഖ്യമന്ത്രി മത്സരത്തിൽ വി ഡി സതീശൻ ആൾബലത്തിൽ പിന്നിലാണ് എന്ന് സമർത്ഥിക്കാൻ കണക്കുണ്ടെന്നാണ് എതിരാളികൾ ഇപ്പോൾ അവരുടെ ക്യാമ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്നത്. KC ആണെങ്കിൽ നിലവിൽ MLA പോലുമല്ല. എന്നാൽ മുഖ്യമന്ത്രി തർക്കത്തിൽ പ്രശ്നപരിഹാര പാക്കേജ് തന്നെ രൂപപ്പെടുത്തി മുന്നിലോട്ട് വെച്ചു ഡൽഹിയിൽ നിന്ന് എന്നാണ് റിപ്പോർട്ടുകൾ. സതീശന് ഒരു ഉപമുഖ്യമന്ത്രി കസേര ഒരുങ്ങുന്നു അത്രേ. വിശദമായി എന്താണ് വിവരങ്ങളെന്ന് നോക്കാം. എല്ലാവർക്കും സ്വാഗതം. 102 സീറ്റിന്റെ ഭൂരിപക്ഷവുമായി വിജയിച്ച് കയറുമ്പോൾ വി ഡി സതീശന് വെല്ലുവിളികൾ ഉണ്ടാകില്ല മുഖ്യമന്ത്രിയാകാൻ എന്നാണ് പൊതുവെ ധരിച്ചിരുന്നത്. സീനിയറായ രമേശ് ചെന്നിത്തല കൂടി ജയിച്ചു വന്നവരിൽ ഉണ്ടാകുമ്പോൾ റിസൾട്ടിന് മുമ്പ് ചർച്ച ചെയ്തതുപോലെ KC വേണുഗോപാലിന് ഈ മത്സരത്തിൽ പ്രസക്തിയുണ്ടോ എന്ന് പോലും പലരും ചോദിച്ചു. എന്നാൽ സംഗതി അവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല. ഏറ്റവും ഒടുവിൽ 3 പേരുടെയും ക്യാമ്പുകൾ ശക്തിപ്രകടനത്തിലേക്ക് കടന്നു എന്നാണ് വാസ്തവം. ഫ്ലക്സിനും മുദ്രാവാക്യത്തിനും അപ്പുറത്ത് പ്രശ്നപരിഹാര പാക്കേജുകൾ വരെ റെഡിയാണ് എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. പ്രശ്നപരിഹാരത്തിലേക്ക് കടക്കും മുമ്പ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കണം. നേതാക്കൾ അവരവരുടെ ശക്തിപ്രകടനങ്ങൾ സ്വീകരണങ്ങളുടെ രൂപത്തിൽ മെല്ലെ മെല്ലെ പുറത്തെടുത്തു തുടങ്ങി. ആദ്യ ദിവസത്തിന് ശേഷം റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും ഒക്കെയായി KCയും VDയും ഏറ്റുവാങ്ങിയത് വമ്പൻ സ്വീകരണങ്ങളാണ്. എന്നാൽ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളുടെ അഭിമുഖങ്ങളിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പ്രവർത്തകരെ ബോധവൽക്കരിക്കാൻ മാത്രമല്ല, പ്രതിപക്ഷ നേതാവിന് അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം ഒന്നും നമ്മുടെ പാർട്ടിയിലില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ചെന്നിത്തലയുടെ 2021 അനുഭവം വെച്ച് മനോരമ ന്യൂസിൽ പിന്നാലെ മറ്റ് ചാനലുകളിലും പ്രതികരിക്കുന്നതും കണ്ടു. എന്നാൽ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സ്ഥാനങ്ങളിലേക്കുള്ള ചർച്ചകൾ ആരംഭിച്ച ഘട്ടത്തിൽ ശക്തിപ്രകടനങ്ങളും സ്ഥാനമുറപ്പിക്കലും അതിവേഗത്തിലേക്കാണ് പോകുന്നത്. ഈ സാഹചര്യം ഓരോരുത്തരുടെയും ക്യാമ്പിന് ബോധ്യമുണ്ട്. അതിൻ്റെ ഭാഗമായി MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കുന്ന തലത്തിലേക്ക് നേതാക്കൾ എത്തി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. കോൺഗ്രസിൻ്റെ 63 MLA-മാരിൽ 35 പേർ KC വേണുഗോപാലിനൊപ്പമാണ് എന്നും 10 A ഗ്രൂപ്പ് MLA-മാരിൽ 8 പേരും KCയെ പിന്തുണച്ചേക്കാം, ചാടിക്കളിക്കുന്ന നിലയിലുള്ള ആളുകളാണ് എന്നുമാണ് അവകാശവാദം. KC ക്യാമ്പിൻ്റെ 3 സ്വതന്ത്രരുടെ പിന്തുണയും KC പക്ഷം അവകാശപ്പെടുന്നു. അങ്ങനെ ആകെ 38 MLA-മാരുടെ പിന്തുണയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്ന വിവരം. A ഗ്രൂപ്പ് MLA-മാരിൽ ചാണ്ടി ഉമ്മൻ നേരത്തെ KCയുമായി അകൽച്ചയിലാണ് എന്ന വാർത്തകൾ വന്നിരുന്നു. എന്നാൽ M വിൻസെന്റ്, ദീപക് ചോയ് എന്നിവരുടെ പിന്തുണയും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പുറത്ത് സതീശനും ഇതിൽ ചിലരുടെയൊക്കെ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട്. ആകെ 43 പേരുടെ പിന്തുണ അങ്ങനെ ഉറപ്പിക്കുന്നുണ്ട് KC പക്ഷം, കോൺഗ്രസിൻ്റെയും സ്വതന്ത്രരുടെയും മറ്റ് ചാടിക്കളിക്കുന്ന ആളുകളുടെയും എല്ലാവരുടെയും കണക്ക് പ്രകാരം. എന്നാൽ രമേശ് ചെന്നിത്തല 10-ലധികം പേർ പിന്തുണക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ജയിച്ചു കയറിയവരിൽ 5-ൽ താഴെ MLA-മാർ മാത്രമാണ് VDയെ പിന്തുണക്കാൻ നേരിട്ടിറങ്ങുക എന്നും റിപ്പോർട്ടുകൾ വരുന്നു. എന്നാൽ ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഓരോ MLA-മാരോടും നേരിട്ട് അവരവരുടെ നിലപാട് പേഴ്സണലി ആരായുമ്പോൾ ഇവരൊക്കെ ഈ പേരുകൾ തന്നെ പറയുമോ എന്ന ചോദ്യം കൂടി ബാക്കിയുണ്ട്. രഹസ്യമായി സംസാരിക്കുന്ന ഘട്ടങ്ങളിൽ ഓരോരുത്തരും പല താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചേക്കാമെന്ന് സംശയിക്കുന്ന നേതാക്കളാണ്. എന്നാൽ ഭൂരിഭാഗവും KCയുടെ പേര് പറയും എന്ന് തന്നെയാണ് KC ക്യാമ്പ് കരുതുന്നത്. പക്ഷേ വി ഡി സതീശൻ വിട്ടുകൊടുക്കാനിടയില്ലത്രേ. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം ഇല്ല എന്ന് വന്നപ്പോൾ, എന്നാൽ പിന്നെ മറ്റൊരു സ്ഥാനവും വേണ്ട എന്ന് പറഞ്ഞ് ബഹിഷ്കരിച്ച് നിന്ന വി ഡി സതീശൻ്റെ മുൻകാല പ്രതികരണം കോൺഗ്രസ് നേതാക്കളുടെ മുമ്പിലുണ്ട്. അന്ന് സ്പീക്കർ സ്ഥാനം തരാമെന്ന് പറഞ്ഞ് അതും വേണ്ട എന്ന് പറഞ്ഞ് നിന്ന് 5 കൊല്ലം ഉമ്മൻചാണ്ടിക്ക് പണി കൊടുത്തുകൊണ്ടിരുന്ന, പാര വെച്ചുകൊണ്ടിരുന്നു എന്ന് എതിരാളികൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. നേതൃത്വം ഇപ്പോൾ പഴയതല്ല എങ്കിലും KCക്ക് വേണ്ടി രാഹുൽ ഗാന്ധി ഉറച്ച നിലപാടെടുക്കുമ്പോൾ സോണിയാഗാന്ധി എന്തു പറയും എന്നത് പ്രധാനമാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് സോണിയയുടെ പിന്തുണയിൽ പ്രതീക്ഷയുണ്ട്. ഇതുകൂടി പരിഗണിച്ചാണ് ഫലം വന്നതിന് ശേഷം ആദ്യ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ പറഞ്ഞത്, സോണിയ മേഡം ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചു, അന്ന് കൊടുത്ത ആ വാക്ക് പാലിച്ചു, 100 സീറ്റ് എടുത്ത് UDF-നെ ഭരണത്തിൽ എത്തിച്ചു എന്ന്. സതീശൻ്റെ നിലപാട് ഉറച്ചതാണെന്നാണ് KC ക്യാമ്പ് കരുതുന്നത്. ഒടുവിൽ ഹൈക്കമാൻഡിന് മുന്നിൽ സതീശനെ മെരുക്കാൻ പ്രത്യേക പാക്കേജ് റെഡിയായി എന്നുള്ളതാണ് ഒടുവിലത്തെ വാർത്ത. KC വേണുഗോപാൽ മുഖ്യമന്ത്രി, വി ഡി സതീശൻ ഉപമുഖ്യമന്ത്രി സ്ഥാനവും ധനവകുപ്പും ഏറ്റെടുക്കണം, രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം. ഈ പാക്കേജാണത്രേ തയ്യാറായിട്ടുള്ളത്. സതീശൻ നേരത്തെ തന്നെ ധനവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശ്രദ്ധിക്കുന്നയാളാണ് എന്നതുകൊണ്ടും കിഫ്ബിക്കെതിരെ ഉൾപ്പെടെ സഭയ്ക്കകത്തും പുറത്തും ശബ്ദമുയർത്തിയ ആളെന്ന നിലയിലും സതീശന് ധനവകുപ്പ് കൈകാര്യം ചെയ്യണം എന്ന നിലപാട് നേരത്തെയുണ്ട്. മാത്രമല്ല, നിലവിലെ സാമ്പത്തികാവസ്ഥ വ്യക്തമാക്കുന്നൊരു വൈറ്റ് പേപ്പറാകും UDF സർക്കാരിൻ്റെ ആദ്യത്തെ നീക്കം.
നേരത്തെയും UDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഈ പതിവ് ഉണ്ടായിരുന്നതാണ്. വാഗ്ദാനങ്ങളിലേക്ക് കടക്കും മുമ്പ് ഇക്കാര്യം സാമ്പത്തിക അവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവരുടെ ആംഗിൾ സ്ഥാപിച്ചെടുക്കും. അതേസമയം ചെന്നിത്തല നേരത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ പരിചയം ആ മട്ടിലും ഉപയോഗിക്കാം എന്നാണ് പാക്കേജിൻ്റെ ഉള്ളടക്കം തയ്യാറാക്കിയവരുടെ പിന്നണിയിലെ ബുദ്ധി. മുഖ്യമന്ത്രി എന്ന തീരുമാനത്തിലേക്ക് പോയാൽ തന്നെ KCക്ക് വകുപ്പുകളിൽ കടുംപിടുത്തം പിടിക്കാൻ കഴിയില്ല, അദ്ദേഹത്തിന് തയ്യാറാകില്ലത്രേ. ഇതേസമയം മുസ്ലിം ലീഗിൻ്റെ ഉപമുഖ്യമന്ത്രി പദം എന്നത് നിലവിൽ UDFന് മുന്നിലുള്ള കാര്യമില്ല. അത് രാഷ്ട്രീയ പ്രചരണം മാത്രമായിരുന്നുവെന്നും ലീഗ് ഉപമുഖ്യമന്ത്രി പദത്തിലെത്തിയാൽ അത് എതിരാളികൾ വീണ്ടും രാഷ്ട്രീയ ആയുധമാക്കുമെന്നും കണ്ട് ലീഗ് നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ നിലവിൽ ക്ലെയിം ഇല്ല എന്നാണ് വാർത്തകൾ. എന്നാൽ 6 ക്യാബിനറ്റ് പദവികൾ അവർക്ക് നൽകേണ്ടി വരും. അവരുടെ അവകാശവാദം അവരുടെ നേടിയ സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ 5 മന്ത്രിസ്ഥാനങ്ങളും ഒരു ഡെപ്യൂട്ടി സ്പീക്കറോ ചീഫ് വിപ്പോ അടക്കം ഉള്ള ഏതെങ്കിലും ഒരു സ്ഥാനവും. അതാണ് ഇപ്പോഴത്തെ ആലോചന. ഈ സാഹചര്യത്തിൽ ഉപമുഖ്യമന്ത്രി പദവിയോടെ VD സതീശനെ മെരുക്കാനാണ് ഡീല് ഹൈക്കമാൻഡ് തയ്യാറാക്കിയിട്ടുള്ളത്, അവരുടെ മുമ്പിലുള്ളത് എന്നാണ് അന്തിമ റിപ്പോർട്ട്. കർണാടകയിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ KCയുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരം കണ്ടെത്തിയത് സമാന മാതൃകയിലാണ്. അതാണ് ഇവിടേക്ക് അഡോപ്റ്റ് ചെയ്യുന്നത്. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകും എന്ന് വാശി പിടിച്ചതോടെ പാർട്ടിയെ നയിച്ച സാമ്പത്തിക ഉറവിടമായ DK ശിവകുമാറിനെ മെരുക്കാൻ ആ പദവിയിലെത്തിക്കാൻ കഴിയാതെ പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതൃപ്തി പരിഹരിച്ച് അദ്ദേഹത്തെ മെരുക്കിയെടുക്കാൻ ഒരു ഫോർമുല ഉണ്ടാക്കി. ഇലയ്ക്ക് മുള്ളിലും കേടില്ലാതെ KC അത് പരിഹരിച്ചത് ഉപമുഖ്യമന്ത്രി പദവി വെച്ച് നീട്ടിയിട്ടാണ്. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയും DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയുമായി. ഇപ്പോൾ ആഭ്യന്തരമായി കുഴപ്പങ്ങളുണ്ടെങ്കിലും കർണാടകയിൽ സർക്കാർ സുരക്ഷിതമായിരിക്കുന്നത് ഈ ഡീൽ നടപ്പാക്കിയത് കൊണ്ടാണ്. എന്നാൽ ഇവിടെ KC തന്നെയാണ് നേരിട്ട് കഥാപാത്രം. അദ്ദേഹത്തിനാണ് മുഖ്യമന്ത്രി പദവി. രാഹുൽ ഗാന്ധിയോ സോണിയയോ ഇക്കാര്യം സതീശനെ അറിയിക്കേണ്ടി വരും. അവരുടെ നിലപാട് നിലവിൽ KCക്ക് അനുകൂലമായിരിക്കും എന്നാണ് KC ഗ്രൂപ്പ് കരുതുന്നത്. ആദ്യഘട്ടത്തിൽ ധനവകുപ്പ് പോലെ പ്രധാന വകുപ്പ് മാത്രമായി VD നിൽക്കുമോ എന്നത് ആരായും. കടുത്ത എതിർപ്പ് അതിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചാൽ മാത്രം അതിനെ മയപ്പെടുത്താൻ ഉപമുഖ്യമന്ത്രി പാക്കേജ് മുന്നോട്ട് വെക്കും. എന്നാൽ VD സതീശൻ ഉപമുഖ്യമന്ത്രി ധനവകുപ്പ് എന്ന പാക്കേജിനും വഴങ്ങാൻ സാധ്യതയില്ലെന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ള മാധ്യമപ്രവർത്തകരടക്കം പറയുന്നത്. സതീശനെ അവഗണിച്ചാൽ വലിയ പ്രതിഷേധത്തെ നേരിടേണ്ടി വന്നേക്കും എന്ന് മധ്യ കേരളത്തിൽ നിന്നുള്ള സതീശനെ അനുകൂലിക്കുന്ന ഒരു MLA തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചതായി റിപ്പോർട്ടുണ്ട്. CPM VS അച്യുതാനന്ദന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചപ്പോൾ നേരിട്ടതിന് സമാനമായ പ്രതിഷേധം നേരിടേണ്ടി വരും എന്നും അതിന് അണികൾ ഒരുങ്ങിയിരിപ്പാണ് പ്രകടനങ്ങളടക്കമുള്ള പരിപാടികൾക്കായി എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഇപ്പോൾ തന്നെ മാധ്യമ ചർച്ചകളിലടക്കം സതീശനെ കേന്ദ്രീകരിച്ചിട്ടുള്ള വാദങ്ങൾ ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവചനത്തിലൂടെ ശ്രദ്ധേയനായ CP റാഷിദ് അത്തരമൊരു ഘട്ടമുണ്ടായാൽ വലിയ പ്രതിസന്ധിയെ UDFന് നേരിടേണ്ടി വരും എന്ന് നിരീക്ഷിക്കുന്നുണ്ട്. റിപ്പോർട്ടർ TV ചർച്ചയിൽ റാഷിദ് പറഞ്ഞത് ഇങ്ങനെയാണ്: കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷത്ത് നയിച്ച VD സതീശന് കൃത്യമായ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അതിൽ വിയോജിപ്പുള്ളവരുണ്ടാകാം. എന്നാൽ അതിൽ 46% മനുഷ്യർ ഈ നാട്ടിൽ വോട്ട് കുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം എളുപ്പത്തിൽ മാറ്റിക്കളയും എന്ന മാധ്യമ വാർത്തകൾ വരുമ്പോൾ വോട്ട് ചെയ്ത കോൺഗ്രസ് പ്രവർത്തകർ അങ്ങേയറ്റം നിരാശരാണ്. പ്രതിപക്ഷ നേതാവ് നാടിനൊരു വാഗ്ദാനം കൊടുക്കുമ്പോൾ അത് ആ വ്യക്തിയുടെയല്ല, മുന്നണിയുടേതാണ്. അതിൽ അടിസ്ഥാനപരമായി ജയിച്ചത് മനസ്സിലാക്കാതെ മറ്റ് വ്യക്തിപരമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കറിയാം. കൃത്യമായ നിലപാടുമായി പോയില്ലെങ്കിൽ ഒരു കോട്ടകത്തളവും ഒരു മനുഷ്യനും ഇലക്ഷനിൽ പോലും സേഫ് ആയിരിക്കില്ല, ജയിക്കാൻ പോകുന്നില്ല. അത് കൃത്യമായി തിരിച്ചറിയേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ്. VD സതീശന് ലഭിച്ച പിന്തുണ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ജനഹിതം തിരിച്ചറിയുക എന്നത് ഏത് രാഷ്ട്രീയ നേതാവിൻ്റെയും ബാധ്യതയാണ്. അത് തിരിച്ചറിയാതെ മുന്നോട്ട് പോകാനാവില്ല എന്നാണ് CP റാഷിദ് പറയുന്നത്. എന്നാൽ KC വേണുഗോപാലിനെ അങ്ങ് തള്ളിപ്പറയാവുന്ന അവസ്ഥയിലല്ല അദ്ദേഹം പിന്തുണ അവകാശപ്പെടുന്ന ഭൂരിഭാഗം MLAമാരുടെ എണ്ണം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള പണം എറിഞ്ഞു കൊടുത്തതും സ്ഥാനാർത്ഥിത്വം മുതൽ പ്രചരണ അവസാനം വരെ കാര്യങ്ങൾ നോക്കി നടത്തിയതും കോർഡിനേറ്റ് ചെയ്തതും ഒക്കെ KC ആണത്രേ. അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ ഇങ്ങോട്ട് വരാമെന്ന് കരുതിയാൽ അതും സ്വീകരിക്കപ്പെടില്ല. അഡ്വക്കേറ്റ് ജയശങ്കർ നിരീക്ഷിക്കുന്നത് ശ്രദ്ധേയമായ ഈ സാഹചര്യമാണ്. മാതൃഭൂമിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ ജയശങ്കർ പറയുന്നത് ഇങ്ങനെയാണ്: ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പണത്തിന് ക്ഷാമം ഉണ്ടായില്ല. കാശില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകും. കഴിഞ്ഞ തവണ അത് നടന്നിട്ടുണ്ട്. ഇത്തവണ KC പണം കൊടുത്തു. കർണാടകയിലെ DK ശിവകുമാറിൽ നിന്നും തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡിയിൽ നിന്നും ഒക്കെ KC എത്തിച്ച പണം കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. ഓരോ സ്ഥാനാർത്ഥിക്കും ആവശ്യമായത് എത്തിച്ചു. അപ്പോൾ പിന്നെ പിന്തുണയിൽ ലഭിച്ച ആൾബലം ആർക്കാണ്? KCക്കാണ്. ജനപിന്തുണ സതീശനും എന്ന് വെച്ച് VD സതീശൻ്റെ പേര് വെട്ടിയിട്ട് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആളുകൾ തുണിപൊക്കി കാണിക്കും KPCCക്ക്, അവിടെ KPCCയുടെ ആസ്ഥാനത്ത് പോയിട്ട്. അതല്ലാതെ അതിന് ചികിത്സയില്ല. സതീശൻ
സതീശനല്ല KC ആണ് മുഖ്യമന്ത്രി എന്നൊന്ന് പറയട്ടെ, നല്ല രസമായിരിക്കുമെന്നാണ് ജയശങ്കർ പറയുന്നത്. എന്നാൽ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഇനി KCയുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി തീരുമാനമെടുക്കണം. ഹൈക്കമാൻഡ് ഒന്നാകെ നിലവിൽ പാർട്ടിയെ ദേശീയ തലത്തിൽ ചലിപ്പിക്കുന്നത് AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലാണ്. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയ, പ്രിയങ്ക, ഓരോ ഇടത്തെയും ഓരോ സ്ഥലത്തെയും നേതാക്കൾ അതതെടുത്ത പ്രശ്നങ്ങൾ എല്ലാം ചേർത്തുള്ള ആശയവിനിമയവും പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതും KC വഴിയാണ്. അതിന് റിസൾട്ടും ഉണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പും കർണാടക, തെലങ്കാന തെരഞ്ഞെടുപ്പുകളും ഇപ്പോൾ ഈ കേരള തെരഞ്ഞെടുപ്പും. അതുകൊണ്ട് ഭാവിയിലേക്ക് KC ഇല്ലാതെ AICC മുന്നോട്ട് പോവുക എന്നത് പെട്ടെന്നൊരു ബുദ്ധിമുട്ടാകുമോ, പ്രശ്നമായി മാറുമോ എന്നുള്ള പ്രതിസന്ധിയുണ്ട്. ആ സാഹചര്യത്തിൽ രാഹുലും ഖാർഗെയും KCക്ക് അനുമതി കൊടുക്കുമോ എന്നതാണ് ചിലർ ഉന്നയിക്കുന്ന സംശയം. അങ്ങനെ വന്നാൽ KCയുടെയും MLA-മാരുടെയും പിന്തുണ ആർക്ക് പോകും? അത് ചെന്നിത്തലയിലേക്ക് പോകും എന്നാണ് റിപ്പോർട്ടുകൾ. അതും ഒരു സാധ്യതയാണ്. അപ്പോഴും VD പരിഗണനയിൽ വരില്ല എന്നർത്ഥം. എന്തായാലും KC വേണുഗോപാൽ ആൾബലം വെച്ച് തൻ്റെ ക്ലെയിമുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. സതീശനും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ചെന്നിത്തല ഇതിനിടയിൽ സീനിയോറിറ്റിയും അനുഭവ പരിചയവും വെച്ച് അവസാന കളി വരെ സ്ഥലത്തുണ്ടാകുമോ എന്നതാണ് ആശങ്ക. ബാക്കി അംഗം കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.